Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇൻറ്റിഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ആണ്. സോ ലെറ്റ് us കൺസിഡർ എ റിയാക്ഷൻ എ ഗിവിംഗ് പ്രോഡക്റ്റ് ബി. റേറ്റ് ലോ പ്രകാരങ്ങൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? റേറ്റ് ഈക്വൽ ടു കെ എ അല്ലേ? ഇവിടെ 1 എഴുതിയിട്ടില്ല, പക്ഷേ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. അതെന്തായിരിക്കും? ഇറ്റ്സ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനി ഇവിടെ 0 ആയിരുന്നെങ്കിൽ എന്താണ്? ഇറ്റ് വിൽ ബി എ 0 ഓർഡർ റിയാക്ഷൻ. We know that rate can be also represented in the differential form. എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഫോമിൽ? dA by dt equal to concentration with respect to time dB by dt. നമ്മുടെ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് സൈൻ റെപ്രസെൻറ്റ് ചെയ്യാം? പോസിറ്റീവും നെഗറ്റീവ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നെഗറ്റീവ്, വിച്ച് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അല്ലേ? ഈ ഡിഫറൻഷ്യൽ ഫോമിൽ നമ്മൾ ഏത് കേസിലായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യേണ്ടായിരുന്നത്? ഇൻസ്റ്റാൻറ്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. സോ ഇവിടെ നോക്കുക, റേറ്റ് ഓഫ് ദ റിയാക്ഷൻസ്, ഈ രണ്ട് ടേംസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത രണ്ടും റെപ്രസെൻറ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആണ്. സോ ഈ രണ്ടിനെയും നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് മൈനസ് ഡി എ ബൈ ഡി ടി ഈക്വൽ ടു എന്താണ്? പ്ലസ് ഡി ബി ബൈ ഡി ടി ഈക്വൽ ടു എന്താണ്? ദിസ് വൺ, ദിസ് ഈസ് കെ എ. ഇനി ഇവിടെ രണ്ട് കേസിലും വേരിയബിൾസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. വേറസ് ഇൻ ദീസ് ടു കേസ് ദ വേരിയബിൾസ് ആർ സെയിം. സോ ഇക്വേറ്റിംഗ് ദീസ് ടു വി വിൽ ഗെറ്റ് ഡിഫറൻഷ്യൽ ഫോം ഡി എ ബൈ ഡി ടി ഈക്വൽ ടു വാട്ട്? ഇറ്റ് വിൽ ബി ഈക്വൽ ടു കെ എ. Or to remove the negative sign, multiplying with negative sign on both sides, we will get dA by dt equal to what? Minus k dt അല്ലേ? മൈനസ് ഡി എ ബൈ ഡി ടി ആയിരുന്നു. രണ്ട് സൈഡും നെഗറ്റീവ് സൈൻ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വി ഹാവ് നൗ അറൈവ്ഡ് അറ്റ് ഡി എ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് കെ ഡി ടി ബൈ ഡി ടി. ഇനി ഇതിനെ നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാച്ചാൽ ഓൺ ഇൻറ്റിഗ്രേഷൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡി എ by dt equal to, since k is a constant we cannot integrate it, അപ്പോൾ നമുക്ക് it can be written as എന്താണ്? മൈനസ് കെ ഡി ടി. ഇനി നമുക്ക് ഇൻറ്റിഗ്രേഷൻ സൈൻ ആണ് ഇത്. ഇൻറ്റിഗ്രേഷൻ നിങ്ങൾ ഡീറ്റെയിലിൽ നിങ്ങളുടെ മാത്സിൽ പഠിക്കും. നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിന് ആവശ്യമുള്ള കുറച്ച് ഇൻറ്റിഗ്രേഷൻ മാത്രം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് ഇൻറ്റിഗ്രേഷൻ ഓഫ് ഡി എക്സ് ബൈ എക്സ് ഗീവ്സ് എന്താണ്? എൽ എൻ എക്സ്. സെക്കൻഡ് ഫോർമുല ഇൻറ്റിഗ്രേഷൻ ഓഫ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. മൂന്നാമത്തത് എൽ എൻ എ മൈനസ് ബി ക്യാൻ ബി റിട്ടൺ ആസ് എൽ എൻ എ ബൈ ബി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വയ്ക്കാം. സോ ഇവിടെ നോക്കാം, നമ്മുടെ ഇൻറ്റിഗ്രേഷൻ ചെയ്യുന്നതിൻ്റെ മുമ്പ്, സോറി ഇതെന്താണ്? ഇൻറ്റിഗ്രേഷൻ, ഇവിടെ ഒരു സ്റ്റെപ്പ് വിട്ടുപോയി. നമുക്ക് എന്തെഴുതാം? നമുക്ക് ഇതിനെ സെയിം ടേംസിനെ സോ വാട്ട് ഈസ് ദാറ്റ്? നമുക്ക് എന്താ കിട്ടുന്നതിന്? മൈനസ് ഡി എ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് കെ എ ആയിരുന്നു അല്ലേ? സോ സെയിം ടേംസിനെ ഒരേ സൈഡിൽ കൊണ്ടുവരിക. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? ഡി എ ബൈ എ ഈക്വൽ ടു എന്താണ്? മൈനസ് കെ ഡി ടി. ഈ സ്റ്റെപ്പ് വിട്ടുപോയതായിരുന്നു. സോ ഇനി നമുക്ക് ഇതിൽ ഇൻറ്റിഗ്രേഷൻ ചെയ്യുമ്പോൾ എന്തെഴുതാം? ഡി എ ബൈ എ ഈക്വൽ ടു വാട്ട്? മൈനസ് കെ. എന്തുകൊണ്ടാണ് പറഞ്ഞു? ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി ഇവിടെ നോക്കുക, ഡി എ ബൈ എ ഏത് ഫോമാണ്? ഇൻറ്റിഗ്രേഷൻ ഓഫ് ഡി എക്സ് ബൈ എക്സ് ആണ്. സോ നമുക്ക് എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് എൽ എൻ എക്സ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എൽ എൻ എ ഈക്വൽ ടു ഇൻറ്റിഗ്രേഷൻ ഓഫ് ഡി ടി പറയുന്നത് എന്താണ്? ഇൻറ്റിഗ്രേഷൻ ഓഫ് ഡി ടി ഈസ് ഈക്വൽ ടു എക്സ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്? മൈനസ് കെ എക്സ് പ്ലസ് സി. എന്താണ് സി? ദിസ് സി ഈസ് ആൻ ഇൻറ്റിഗ്രേഷൻ ചെയ്യുമ്പോഴത്തെ ഇൻറ്റിഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. This c is an integration constant. So using the value or using this expression, how can we find out the value for integration constant എന്ന് നോക്കാം. So integration constant ന്റെ നമുക്ക് ഇതുവരെയും കിട്ടിയ ഇക്വേഷൻ നമുക്ക് എഴുതി വെക്കാം. നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? we have got ln a equal to minus kt plus c. integration constant value കണ്ടുപിടിക്കണം വെച്ചാൽ let us consider a case. നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് റിയാക്ഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പേ നമ്മൾ ടൈം എന്താ എടുക്കാറും? ടി ഈസ് കൺസിഡർഡ് ടു ബി 0 ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ, നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ വിൽ ബി എ നോട്ട് അല്ലേ? എന്താണ് ഈ എ നോട്ട് എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ 100 മോൾസ് ഓഫ് റിയാക്റ്റൻ നമ്മുടെ അടുത്തുണ്ട്. ആ 100 മോൾസ് ആണ്
എന്തായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ഇനീഷ്യൽ ആണ് നമ്മുടെ എന്ത്? A0. റിയാക്ഷൻ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കോൺസെൻട്രേഷൻ ആണ് നമ്മുടെ എന്ത്? A. സോ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എടുക്കുമ്പോൾ ടെമ്പറേച്ചർ 0 ആയിരിക്കും, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? A0 ആയിരിക്കും. അപ്പോൾ ഈ ടിയുടെയും എയുടെ വാല്യൂ നമ്മൾ ഈ മുകളിൽ കാണണം. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ln എയുടെ സ്ഥലത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ln A0 ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി എന്താണ്? 0 പ്ലസ് സി. ഓർ വി വിൽ ഗെറ്റ് സി. സിയുടെ വാല്യൂ എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ സി ഈക്വൽ ടു ഇറ്റ് ഈസ് ln A0. So substituting the value of C in equation 1, നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? We will get ln A equal to minus KT plus സിയുടെ പകരം എന്ത് എഴുതാം? We can write it as ln A0. ഈ ഇക്വേഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നമ്മുടെ ln, നമ്മുടെ ഈ ഇക്വേഷൻ്റെ മുകളിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറും? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാറും. നമുക്ക് പിന്നീട് നോക്കാം. സോ ഫ്രം ദിസ് ഇക്വേഷൻ ഇറ്റ് ക്യാൻ ബി റീറിട്ടൺ ആസ് എന്താണ്? കെ ടി. രണ്ട് കോൺസെൻട്രേഷൻ ടേംസിനെ നമ്മൾ ഒരേ ഭാഗത്ത് കൊടുത്താൽ എന്ത് വരും? കെ ടി ഈക്വൽ ടു ln A0 മൈനസ് എന്താണ്? മൈനസ് ln A. ഇപ്പോൾ കുറച്ച് മുമ്പേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ഒരു എക്സ്പ്രഷൻ ln A മൈനസ് ബി എന്തായിരിക്കും? It can be represented as ln A by B. Similarly, this one can be represented as what? ln A minus B form ആണ്. So, ln A0 by എന്താണ്? ln A0 by what? It is A. Concentration of A. അല്ലേ? So, we can write it as what we have got? We have got KT equal to ln A0 by what? A. ഇനി ഈ ln എക്സ്പ്രഷനെ നമുക്ക് ലോഗറിതമിൽ കൺവേർട്ട് ചെയ്യണം വെച്ചാൽ എങ്ങനെ എഴുതാം? ln ഈക്വൽ ടു 2.303 by log. So we can write it as KT equal to 2.303 log A0 by A. Or we can write it as K equal to 2.303 by T log A0 by A. ഇതാണ് നമ്മുടെ ഏത്? ഇൻറ്റിഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. റേറ്റ് കോൺസ്റ്റൻറ്റ് ടേംസിൽ നമ്മൾ എഴുതിയിരിക്കണം. ഇനി നമുക്ക് നോക്കാം. ലെറ്റ് us കൺസിഡർ റിയാക്ഷൻ എ ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു ബി. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. ഇതുവരെ നിങ്ങൾ ഡിറൈവ് ചെയ്ത് പഠിക്കണം. എ ഈക്വൽ ടു ബി at time t equal to 0 നമ്മുടെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? എ. ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയാം. ഇനി ആഫ്റ്റർ സം ടൈം ലെറ്റ് ടി ബിക്കംസ് ടി. ആഫ്റ്റർ സം ടൈം പറഞ്ഞാൽ നമ്മളൊരു 10 സെക്കൻഡോ ഇല്ലെങ്കിൽ ഒരു 20 സെക്കൻഡോ കഴിഞ്ഞാൽ നമ്മുടെ എന്തായിരിക്കും? ടൈം ചേഞ്ച് ആവും. അതാണ് ഏത്? ടി. 10 ആവാം, 20 ആവാം, നമ്മുടെ ടൈം ചേഞ്ച് ആവുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ടു ദ കോൺസെൻട്രേഷൻ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എ ആണ് വെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷൻ ആഫ്റ്റർ സം ടൈം എന്തായിരിക്കും? എ മൈനസ് എക്സ് ആയിരിക്കും. എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ? എ വിചാരിക്കുക 100 മോൾസ് ആണ്, നമ്മുടെ അതിൽ 80% യൂസ്ഡ് അപ്പ് ആയി. എക്സ് അപ്പം എന്തായിരിക്കും? 80 ആയിരിക്കും. അപ്പോൾ ബാക്കി എത്രയുണ്ട്? ലെഫ്റ്റ് ഓവർ ആണ് നമ്മുടെ എന്ത്? എ മൈനസ് എക്സ്. മനസ്സിലായില്ലേ? എ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 ആണ്, നമുക്ക് തന്നിരിക്കുന്ന 80% യൂസ്ഡ് അപ്പ് ആയി, 80% റിയാക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ബാക്കി എത്രയുണ്ട് ഇപ്പോൾ റിയാക്റ്റെന്ന് ചോദിച്ചാൽ നമുക്കതെന്താണ്? നമ്മുടെ എ മൈനസ് എക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഫോമിൽ എഴുതുന്ന വെച്ചാൽ let it be our equation 2. First one നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ്? K ഈക്വൽ ടു 2.303 by T log നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്താണ്? A0ന് പകരം എന്ത് എഴുതാം? A എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് log A by what? log A മൈനസ് എക്സ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് റെപ്രസെൻറ്റേഷൻ ഫോർ എന്താണ്? ഇൻറ്റിഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. പ്രോബ്ലംസിൽ ചിലപ്പോൾ ഈ രീതിയിൽ വരാറുണ്ട്. അപ്പോൾ 80% യൂസ്ഡ് ആയി, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 ആയിരുന്നു, 90% യൂസ്ഡ് ആയി. വാട്ട് വിൽ ബി ദ വാല്യൂ ഫോർ റേറ്റ് കോൺസ്റ്റൻറ്റ്? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം.
ഇനി നമ്മൾ നോക്കുക, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനുള്ള ഇക്വേഷൻ ആണല്ലേ. നമുക്ക് എങ്ങനെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാം നമുക്ക് നോക്കാം. നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നേ? LNA ഈക്വൽ ടു -KT പ്ലസ് ln എന്താണ് A0. ദിസ് വാസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇവിടെ നോക്കുക, ദിസ് ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം ഏതാണ്? y ഈക്വൽ ടു mx പ്ലസ് സി അല്ലേ. y ഈക്വൽ ടു mx പ്ലസ് സി ഫോമാണ്. ഇവിടെ നമ്മുടെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം ഇക്വേഷൻ ഫോർ എ സ്ട്രേറ്റ് ലൈൻ അല്ലേ. ഇവിടെ നമുക്ക് y ആക്സിസിൽ ദിസ് വൺ വിൽ ബി കമ്മിങ്. അവർ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈസ് -k. x ആക്സിസിൽ ഏതായിരിക്കും വരിക? t. c എന്താണ്? ഇന്റർസെപ്റ്റ്. എന്തിനാണ് നമ്മൾ ഇന്റർസെപ്റ്റിന് പറയുക? ലൈൻ വിച്ച് എന്താണ്? കട്ട്സ് ദ y ആക്സിസ്. സോ വി ക്യാൻ റെപ്രസെൻറ്റ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആസ് എന്താണ്? y ആക്സിസിൽ നമ്മൾ പറഞ്ഞു നമുക്ക് എന്തെടുത്താം? LNA. നമ്മുടെ x ആക്സിസിൽ എന്താണ്? ഇറ്റ് ഈസ് അവർ t. ഇവിടെ നോക്കുക, സ്ലോപ്പ് എന്താണ്? മൈനസ് ആണ്. അപ്പോൾ എന്തായിരിക്കും? താഴോട്ടായിരിക്കും, നെഗറ്റീവ് സൈൻ ആണ്. ഇനി നമ്മുടെ ഇന്റർസെപ്റ്റ് എന്താണ്? LNA0. അപ്പോൾ ഇതാണ് വിച്ച് കട്ട്സ് ദ y ആക്സിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏത് പോയിന്റ്? LNA0. So we can represent the graph like this. So in this case, slope equal to -k. This one is the first case for the graphical representation of a ഏതാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സെക്കൻഡ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമുക്ക് LNA ഈക്വൽ ടു -KT പ്ലസ് LNA0 എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ നമുക്ക് KT can be written as what? It is LNA0 by A അല്ലേ. എങ്ങനെയാണ്? LNA0 മൈനസ് LNA വരും. അപ്പോൾ LNA by A minus B, that is LNA by B ഫോം ആണ് അല്ലേ. അപ്പോൾ KT can be written as LNA0 by A. സോ ഇവിടെ എന്താണ് നമ്മുടെ? ദിസ് വൺ ഈസ് y, ദിസ് വൺ എന്താണ്? mx ഫോമിലാണ് അല്ലേ. mx പ്ലസ് സി ഇവിടെ കോൺസ്റ്റൻ്റ് ഇല്ല. സോ വി ക്യാൻ റെപ്രസെൻറ്റ് ദ ഗ്രാഫ് ആസ് എങ്ങനെയാണ്? ഗ്രാഫ് ക്യാൻ ബി represented like this. എന്തായിരിക്കും നമ്മുടെ y ആക്സിസിൽ വരിക? we will be getting LNA0 by LNA. നമ്മുടെ x ആക്സിസിൽ എന്തായിരിക്കും വരിക? t ആണ് വരിക. സ്ലോപ്പ് ഇവിടെ നോക്കുക, എന്താണ്? സ്ലോപ്പ് പോസിറ്റീവ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ലൈക്ക് ദിസ് അല്ലേ. സോ വാട്ട് വിൽ ബി അവർ സ്ലോപ്പ്? സ്ലോപ്പ് വിൽ ബി ഫ്രം ഇനീഷ്യൽ പോയിന്റ്, that is equal to k. ഇന്റർസെപ്റ്റ് ഇല്ല. സോ സ്ലോപ്പ് എന്താണ്? k. ദിസ് വൺ ഈസ് അവർ സെക്കൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഈ രീതിയിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം, ഇതേ ഇക്വേഷൻ നമ്മൾ ഇതിൽ LNA ലോഗിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും? വി വിൽ ഗെറ്റ് 2. ഇതേ എക്സ്പ്രഷൻ്റെ കാര്യമാണ് പറയുന്നത്. 2.303 ലോഗ് A ഈക്വൽ ടു -KT പ്ലസ് എന്താണ്? 2.303 ലോഗ് A0 അല്ലേ. ലോഗ് A0. സോ ഡിവൈഡിങ് throughout by 2.303 നമുക്ക് എന്ത് കിട്ടും? log A equal to -KT by 2.303 plus എന്താണ്? plus log A0. Again this equation is of the form എന്താണ്? y equal to mx plus c. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എന്താണ്? again y ആക്സിസിൽ ഏതായിരിക്കും വരിക? log A വരും. നമ്മുടെ ഇന്റർസെപ്റ്റ് ഏതാണ്? log A0 വരും. x ആക്സിസിൽ എന്ത് വരും? t വരും. what is our slope? slope will be -k by 2.303. so how can we represent it? we can represent it as x ആക്സിസിൽ നമ്മുടെ t വന്നു, y ആക്സിസിൽ log A വന്നു. നമുക്ക് സ്ലോപ്പ് ഏതാണ്? which cuts the y axis. സ്ലോപ്പ് എന്തായിരുന്നു? നമ്മുടെ log A0 ആണ് അല്ലേ. നമ്മുടെ ഇന്റർസെപ്റ്റ് ആണ് log A0. സ്ലോപ്പ് -k by 2.303 ആണ്. സോ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വരച്ചു. സോ സ്ലോപ്പ് ഈക്വൽ ടു വാട്ട്? ഇറ്റ് ഈസ് ഈക്വൽ ടു -k by 2.303. ദിസ് ഈസ് ദ തേർഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇനി ഇതേപോലെ വേണമെച്ചാൽ നമുക്ക് എന്ത് എഴുതാം? KT ടേംസിൽ എഴുതാം. KT by 2.303 അല്ലേ. KT by 2.303 ഈക്വൽ ടു log A0 by A. നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാം. അപ്പോൾ എന്താണ്? ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ഇന്റർസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എഗെയിൻ ഫ്രം ദ ഒറിജിൻ വരും. സോ ഏത് രീതിയിലും വേണമെച്ചാൽ നമുക്ക് ചോദിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചോദിക്കാറുണ്ട്. സോ ഇൻറ്റിഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
താങ്ക് യു.